ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൊണ്ട് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവിന്റെ വീട്ടിൽ നിന്നും നിധിയും സുധീഷും സുഭാഷിന്റെ അനുജന്മാരുടെ ഒപ്പം കിളിക്കൂട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. രാവിലെ നിധി പത്രം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ജോലിക്ക് പോകാനായി ഒരുങ്ങുകയാണ് സുധീഷും സുഭാഷും. സമയം ഒരുപാടായിട്ടും നികേഷ് എഴുന്നേൽക്കാത്തത് കൊണ്ട് അരികിലേക്ക് ചെന്ന് സുഭാഷ് ചോദിക്കുന്നു, എടാ നികേഷ്, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? എന്തു പറ്റിയുടെ നിനക്ക് പനിയുണ്ടോ? പനിയൊന്നുമില്ല, ഉറങ്ങാത്തതിന്റെ നല്ല ക്ഷീണം ഉണ്ടെന്ന് നികേഷ് പറയുമ്പോൾ നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ട് നോക്കി സുഭാഷ് പറയുകയാണ്, നല്ല ചൂടുണ്ട്, നിനക്ക് പനിയുണ്ടടാ. ഈ സമയം സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അവിനാഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് സുഭാഷ് പുറത്തേക്ക് നിൽക്കുമ്പോൾ നികേഷിന്റെ അരികിലേക്ക് വന്ന് നെറ്റിയിൽ തൊട്ട് നോക്കുകയും കാര്യം അന്വേഷിക്കുകയുമാണ് സുധീഷും നിധിയും. സുധീഷ് പറയുന്നു, നല്ല ചൂടുണ്ട്, ഞാൻ പോയി ഗുളിക വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പൊ നികേഷ് പറയുകയാണ്, ഗുളികയൊന്നും വേണ്ട സുധീഷ് ഏട്ടാ, ഒന്ന് നന്നായി ഉറങ്ങിയാ മതി, നിനക്ക് നന്നായി ഫീവർ ഉണ്ടെന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി, രാത്രിയെല്ലാം ട്രാവൽ ചെയ്തതല്ലേ, അതുകൊണ്ടായിരിക്കും, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ എല്ലാം ശരിയാകും. അങ്ങനെ നികേഷ് അവിടെ കിടക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിധി, കയ്യിൽ എന്താ പേപ്പർ? അപ്പോൾ നിധി പറയുകയാണ്, ഞാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യായിരുന്നു സുധീഷ്. സുധീഷ് ചോദിക്കുന്നു, ഏത് കമ്പനിയിലാണ് നിധി അപ്ലൈ ചെയ്യുന്നത്? തിരുവനന്തപുരത്തുള്ള കമ്പനികൾ തന്നെയല്ലേ? ഇത് കേട്ട് നിധി ചോദിക്കുകയാണ്, ഇത് എന്തൊരു ചോദ്യം സുധീഷ്, തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ട് കൊച്ചിയിലുള്ള കമ്പനിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഈ സമയം അകത്തേക്ക് കയറി വന്ന സുഭാഷ് പറയുന്നു, നികേഷ്, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ നികേഷ് പറയുകയാണ്, എനിക്ക് ഒരു കുഴപ്പമില്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ പോയി സുഭാഷ് ഏട്ടന്റെ ജോലി ചെയ്യും. അപ്പൊ സുഭാഷ് പറയുകയാണ്, നീ ഇങ്ങനെ വയ്യാതിരിക്കുന്നത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാ ജോലിക്ക് പോവുക? ഇത് കേട്ട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാൻ ഇവിടെയില്ലേ, ഞാൻ നോക്കിക്കോളാം നികേഷിനെ, സുഭാഷ് ഏട്ടൻ ജോലിക്ക് പോകും, ഉറങ്ങി എഴുന്നേൽക്കട്ടെ, പനി കുറവില്ലെങ്കിൽ ഗുളിക കൊടുക്കാം, മോക്കതൊരു ബുദ്ധിമുട്ടാകില്ലെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എന്ത് ബുദ്ധിമുട്ടാ സുഭാഷ് ഏട്ടാ, നികേഷ് കൈക്കുഞ്ഞൊന്നും അല്ലല്ലോ, അവ ഉറങ്ങാൻ പോകുന്നു, ഞാൻ എന്റെ ജോലി ചെയ്യാൻ പോകുന്നു, ഞാൻ നോക്കിക്കോളാം സുഭാഷ് ഏട്ടാ. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ഏട്ടത്തി ഇവിടെയില്ലേ, സുഭാഷ് ഏട്ടൻ ജോലിക്ക് പൊയ്ക്കോ. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ശരിയടാ മോളെ, ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കൃത്യസമയത്ത് ഭക്ഷണം എടുത്ത് കഴിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. നികേഷ് എന്ന് വിളിച്ച അരികിലേക്ക് ചെന്ന് നെറ്റിയിൽ തൊട്ട് നോക്കുകയാണ് സുഭാഷ്. ഇത് കണ്ട് സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, 5 മിനിറ്റ് കഴിഞ്ഞ് വന്ന് തൊട്ട് നോക്കിയാൽ ചൂട് മാറുമോ? സുഭാഷ് ഏട്ടൻ പോയി സുഭാഷ് ഏട്ടന്റെ ജോലി ചെയ്യും. അപ്പൊ സുഭാഷ് പറയുന്നു, നികേഷ്, ഉറങ്ങി എഴുന്നേറ്റിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായി ഭക്ഷണം കഴിച്ചാലേ പാതി പ്രശ്നം തീരും, ഞാൻ പോയിട്ട് വരാം, വെള്ളം നന്നായിട്ട് കുടിക്കണേ, മോളെ ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാണ്. നികേഷ് പറയുന്നു, ഏട്ടത്തി, ഞാൻ അകത്ത് പോയി കിടക്കട്ടെ, ഇവിടെ നല്ല വെളിച്ചമായതുകൊണ്ട് ഉറക്കം വരുന്നില്ല. ഇത് കേട്ട് നിധി പറയുന്നു, ശരിയടാ, നീ കുറച്ചു സമയം ഉറങ്ങി എഴുന്നേൽക്ക്, എന്നിട്ടും പനി കുറവില്ലെങ്കിൽ ഗുളിക കഴിക്കാം, ഇപ്പം ചായയോ കാപ്പിയോ വല്ലതും വേണോ? അപ്പൊ നികേഷ് പറയുകയാണ്, വേണ്ട ഏട്ടത്തി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി, നമുക്ക് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ഇത് കേട്ട് നിധി ചോദിക്കുന്നു, ഈ ചെറിയ പനിക്കാണോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അവനെ ഒന്ന് വെറുതെ വിട്, അവൻ റെസ്റ്റ് എടുക്കട്ടെ, ഒരു ചെറിയ പനിയല്ലേ, അതിനുള്ള പ്രതിരോധ ശേഷിയെല്ലാം അവന്റെ ശരീരത്തിന് കാണും, ഒരു പനി വന്നാലുടനെ ഡോക്ടർ, ഗുളിക, അതൊന്നും വേണ്ട, നീ അകത്ത് പോയി കിടക്കടാ, പോയി റെസ്റ്റ് എടുക്കുന്ന സുധീഷ് പറയുമ്പോൾ നികേഷ് അകത്തേക്ക് പോവുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, നിധി തനിച്ചേ ഉള്ളല്ലോ, ഇന്ന് ജോലിക്ക് പോകാതെ ലീവ് എടുത്താലോ? അപ്പൊ നിധി ചോദിക്കാണ്, സുധീഷ് ജോലിക്ക് പോകുന്നില്ലേ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഇല്ല നിധി, പോകാൻ റെഡി ആയതല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, നികേഷിന് പനിയല്ലേ, പിന്നെ ഞാൻ എങ്ങനെയാ ജോലിക്ക് പോകുന്നത്, ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. ഇത് കേട്ട് നിധി പറയുകയാണ്, എന്താ സുധീഷ് ഇത്, ഞാൻ നോക്കിക്കോളാം നികേഷിനെ, സുധീഷ് ജോലിക്ക് പോകാൻ നോക്ക്. സുധീഷ് ചോദിക്കുന്നു, നിധി, അവന് മാത്രമേ പനിയുള്ളൂ, എന്റെ ശരീരത്തിന് നല്ല വേദനയാ, നിങ്ങളെല്ലാവരും വിഷമിക്കുമെന്ന് കരുതി ഞാൻ പറയാത്തതാ, ഷർട്ട് അടിച്ചാൽ അവിടെ ഇവിടെ എല്ലാം രക്തം കട്ട പിടിച്ച് കിടക്കുക, അത്രയ്ക്ക് അടി വാങ്ങിയതല്ലേ, വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഇത് കേട്ട് നിധി പറയുകയാണ്, ഡോക്ടറെ കാണാൻ പോകാമെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, സുധീഷ് അത് കേട്ടില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, അത് സാരമില്ല നിധി, കുറച്ചു നേരം റെസ്റ്റ് എടുത്താൽ ശരിയാകും, ഞാൻ കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് ചെയ്യട്ടെ, ഇവിടെ തന്നെ കിടക്കാന്ന് പറഞ്ഞ് സുധീഷ് ഹോളിലേക്ക് കിടക്കുകയാണ്. നിധി പില്ലോയും ബെഡ്ഷീറ്റും എല്ലാം എടുത്തു കൊടുക്കുകയാണ്. താങ്ക് യു എന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ തന്നെ നോക്കി കിടക്കുകയാണ്. നിധി ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു, സുധീഷ് സിമ്പതി വർക്കൗട്ട് ആകുന്നുണ്ട്, എങ്ങനെയെങ്കിലും നിധിയോട് മനസ്സിലുള്ള കാര്യം തുറന്നു പറയണം. തുടർന്ന് കടയിലേക്ക് വന്ന ഹരീഷിനോട് ടിറ്റോ ചോദിക്കുന്നു, ആശാനെ, ഇന്നലെ എവിടെ പോയതാ, ഒരുപാട് തവണ വിളിച്ചല്ലോ, ഫോണിൽ കിട്ടിയില്ല, എപ്പോ വരുമെന്ന് ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും പറഞ്ഞുകൂടായിരുന്നു? അപ്പൊ ഹരീഷ് പറയുന്നു, ഫോണിൽ ചാർജ് ഇല്ലാതെ ഓഫ് ആയതാ, ഇപ്പൊ ഓൺ ചെയ്തപ്പോഴും ചാർജ് ഇല്ലാതെ ഓഫായി, ഇപ്പൊ ചാർജ് ചെയ്യാൻ വെക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചാർജ് ചെയ്യാൻ വെച്ച് സ്വിച്ച് ഓൺ ചെയ്യുന്ന ഹരീഷ് കാണുകയാണ് നീതുവിന്റെ മെസ്സേജുകൾ. ചന്തു ചോദിക്കുന്നു, മെസ്സേജോ, ആരാ ആശാനെ ഇത്രയും മെസ്സേജ് അയക്കാൻ? വീണ്ടും വീണ്ടും മെസ്സേജ് വന്നോണ്ടിരിക്കുകയാണല്ലോ, നീതുവിന്റെ മെസ്സേജ് അല്ലേ, റിപ്ലൈ കൊടുക്ക്, അല്ലെങ്കിൽ നീതു ടെൻഷൻ ആകും, ഇന്നലെ 2 തവണ കടയിൽ വന്നായിരുന്നു, ഞങ്ങളോട് നല്ല ദേഷ്യത്തിൽ സംസാരിച്ചിട്ടാ പോയത്, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹരീഷ് ചോദിക്കുന്നു, അതെന്തോനാടാ ചോദിക്കുന്നത്, ഫോൺ വിളിച്ചാ അവള് ശല്യം ചെയ്യുവാടാ, ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല. ടിറ്റോ പറയുകയാണ്, ആശാൻ എവിടെ പോയെന്നറിയാതെ നീതു ടെൻഷനായി കാണും. ഇതിയുടെ ഹരീഷ് ചോദിക്കാണ്, അതുകൊണ്ട് ഫോൺ വിളിച്ചോണ്ടേ ഇരുന്നാൽ ശരിയാകുമോ? ഫോൺ എടുത്ത് രാവിലെ സംസാരിക്കാം, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല, പോയി
കിടന്ന് ഉറങ്ങെന്ന് പറഞ്ഞിട്ടും അവള് വിളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നു. ഇത് കേട്ട് ചന്തു പറയുന്നു, അത് വിട് ആശാനെ, എന്താ അവിടെ നടന്നത്? സുധീഷ് ചേട്ടനെ കണ്ടുപിടിച്ചോ? നടന്ന കാര്യങ്ങളെല്ലാം ഹരീഷ് ടിറ്റോയോടും ചന്തുവിനോടും പറയുകയാണ്. തുടർന്ന് ഹരീഷ് പറയുന്നു, ഈ ടെൻഷന്റെ ഇടയിൽ ഞാൻ എങ്ങനെയാടാ ഫോൺ നോക്കുക? ഹരീഷ് വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ ചന്തുവിനോടും ടിറ്റോയോടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് നീതു. ഹരീഷ് നീതുവിനോട് ഇരിക്കാൻ പറയുമ്പോൾ ദേഷ്യത്തോടു കൂടി നീതു ചോദിക്കുകയാണ്, ഇരിക്കാനോ? ഒന്നും നടക്കാത്തതുപോലെ ഇരിക്കാൻ പറയുന്നുണ്ടല്ലോ. നിനക്ക് ഞാൻ എത്ര മെസ്സേജ് അയച്ചു, ഒന്നിനെങ്കിലും നീ റിപ്ലൈ ചെയ്തോ? ഫോൺ എടുത്തു നോക്കിയപ്പോൾ എല്ലാ മെസ്സേജും കണ്ടിട്ടുണ്ട്, പക്ഷെ റിപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തില്ലേ നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് കേട്ട് ടിറ്റോ പറയുകയാണ്, ആശാൻ ഇപ്പോഴാ മെസ്സേജ് കണ്ടത്. അതിനുള്ളിൽ നീതു അവിടെ വന്ന് നിന്നു. അപ്പൊ നീതു പറയുകയാണ്, മെസ്സേജ് കണ്ട ഉടനെ റിപ്ലൈ ചെയ്യാതെ വണ്ടി റിപ്പയർ ചെയ്യാനിരുന്നില്ലേ? എന്നെ പറ്റി നിനക്കൊരു ചിന്തയില്ലല്ലോ. ഒരാഴ്ച കൊണ്ട് എല്ലാം അവസാനിച്ചില്ലേ? ഇങ്ങനെയായിരുന്നെങ്കിൽ നീ എന്തിനാ എന്നെ പ്രണയിച്ചത്? മിണ്ടാതിരുന്നാ പോരായിരുന്നോ? ഞാനെങ്കിലും സമാധാനത്തോടെ ഇരുന്നേനെ. ഒരാഴ്ച നന്നായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ മുഖം വെറുപ്പിച്ച് കാണിക്കുന്നു. ഇതെന്ത് സ്വഭാവമാ ഹരീഷ്? അപ്പൊ ചന്തു പറയുകയാണ്, ഫോൺ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ജോലി ആയിരിക്കുമെന്ന് കരുതി വിടേണ്ടതല്ലായിരുന്നോ? അപ്പൊ നീതു ചോദിക്കുകയാണ്, അർദ്ധരാത്രി എന്ത് ജോലി? എത്ര വലിയ ജോലിയിലാണെങ്കിലും ഫോൺ എടുത്ത് എന്നോട് രണ്ടു വാക്ക് സംസാരിക്കാൻ നേരമില്ലായിരുന്നു. ടിറ്റോ ചോദിക്കുന്നു, എന്ത് പ്രശ്നമാണ് നടന്നതെന്ന് നീതുവിന് അറിയുമോ? അപ്പോൾ നീതു പറയുകയാണ്, പറഞ്ഞാലല്ലേ അറിയൂ. പാതിരാത്രിയില് ഇവൻ എന്ത് പ്രശ്നമാ? ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഇവൻ ആരുടെ കൂടെയോ ചുറ്റിക്കറങ്ങുകയായിരുന്നു. ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ സാറിന് ഇഷ്ടപ്പെട്ടില്ല. എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഞാൻ എത്ര തവണ ഇവനെ ഫോൺ വിളിച്ചെന്നറിയോ? ഇവൻ ഫോൺ ഓൺ ചെയ്തതേ ഇല്ല. ഒരുത്തി എന്നെ കുറിച്ച് മാത്രം വിചാരിച്ചിരിക്കുകയല്ലേ? അവളോടൊന്ന് സംസാരിക്കണമെന്ന് ഇവന് തോന്നിയില്ലല്ലോ. രാവിലെ തന്നെ കടയിലേക്ക് വരാൻ അറിയാം, ഫോൺ ഓൺ ചെയ്ത് എന്താ മെസ്സേജ് എന്ന് നോക്കാൻ അറിയാം, ഒരു റിപ്ലൈ ചെയ്യാൻ അറിയില്ലേ? അത്രയ്ക്ക് വേണ്ടാത്തവളായി പോയോ ഞാൻ? നിനക്കൊക്കെ എന്തിനാടാ ലവ്? ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി കയ്യിലിരിക്കുന്ന സ്പാനർ വലിച്ചെറിഞ്ഞ് ഹരീഷ് പറയുകയാണ്, മനുഷ്യന്റെ ടെൻഷൻ അറിയാതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നിനക്ക് മറുപടി തരണമായിരുന്നോ ഞാൻ? ഇത് കേട്ട് നീതു ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, നിനക്ക് വിവരം ഉണ്ടോടി? ഇങ്ങനെ പാതിരാത്രി വിളിച്ചുകൊണ്ടിരിക്കാൻ നിനക്കെന്താ ഭ്രാന്താണോ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രാവിലെ സംസാരിക്കാമെന്ന്. അതിനുശേഷവും ഭ്രാന്ത് പിടിച്ചതുപോലെ നീ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. നോക്ക്, ഇതാണ് നിന്റെ സ്വഭാവമെങ്കിൽ നമ്മൾ തമ്മിൽ ശരിയാകില്ല. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം. ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായിട്ടും നീ വീണ്ടും വീണ്ടും വിളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. കടയിലേക്ക് തന്നെയല്ലേ വരാൻ പോകുന്നത്? അപ്പൊ ഞാൻ നിന്നെ കാണും, നിന്നോട് സംസാരിക്കുകയും ചെയ്യും. ഇങ്ങനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യണമായിരുന്നു. മതി എനിക്ക്. ഇതൊന്നും എനിക്ക് ശരിയാകില്ല. ആദ്യം നീ ഇവിടുന്ന് പോകാൻ നോക്ക്. കണ്ണു നിറഞ്ഞ നീതു ചോദിക്കുന്നു, നീ ഇത് കാര്യമായിട്ടാണോ പറയുന്നത്? അപ്പൊ ഹരീഷ് പറയുകയാണ്, അതെ, ഒന്ന് ഇവിടുന്ന് ഒന്ന് പോയി തരുമോ? അപ്പൊ നീതു പറയുകയാണ്, ഞാനിപ്പോ ഇവിടുന്ന് പോയാ പിന്നെ ഞാൻ തിരിച്ചു വരില്ല. കൈകൂപ്പി ഹരീഷ് പറയുന്നു, നീ തിരിച്ചു വരികയേ വേണ്ട, പോ ഇവിടുന്ന്. ഇത് കേട്ട് നീതു പറയുകയാണ്, ഓഹോ, എന്നെ വേണ്ടെന്ന് നീ തീരുമാനിച്ചു അല്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, തീരുമാനിച്ചു. ഇങ്ങനെ ശല്യം ചെയ്യുന്ന ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട, പോടി എന്ന് പറഞ്ഞ് സ്പാനർ എടുത്ത് നീതുവിനെ തല്ലാനായി വരികയാണ് ഹരീഷ്. നീതു ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ ടിറ്റോ ചോദിക്കുന്നു, ആശാനെ എന്തേ ചെയ്യുന്നത്? പോടി എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ്, എനിക്കിത് വേണം. അന്ന് എന്റെ അച്ഛൻ പറഞ്ഞതാ ആ മെക്കാനിക്കിനെ വിശ്വസിക്കരുതെന്ന്. ഞാനത് കേട്ടില്ല. നിന്റെ പിന്നാലെ നായെ പോലെ വന്നതല്ലേ ഞാൻ. ഇപ്പൊ എന്നെ അടിക്കാൻ സ്പാനർ എടുത്തോണ്ട് വരുന്നു. ഇനി ഞാൻ നിന്നെ തേടി വന്നാൽ ചെരുപ്പെടുത്ത് എന്നെ അടിച്ചു. അങ്ങനെ പൊട്ടിക്കറിഞ്ഞ് നീതു അവിടെ നിന്ന് പോവുകയാണ്. നീതുവിന്റെ വാക്കുകൾ ഓർത്ത് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് ഹരീഷ്. തുടർന്ന് ഭക്ഷണവുമായി സൈറ്റിലേക്ക് വരികയാണ് ചാന്ദിനി. സുഭാഷ് ചോദിക്കുന്നു, എന്താ അവിനാശെ, ഭക്ഷണം എത്തിയോ? അങ്ങനെ സുഭാഷും അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, ഇന്ന് എന്താ ചാന്ദിനി, അന്നത്തെ പോലെ ചോറും ചപ്പാത്തിയാണോ? ചോറിന് അവിനാശ് ചാവൽ എന്നല്ലേ പറയുന്നത്? അതേന്നാ അവിനാശ് പറയുമ്പോൾ ചാന്ദിനി ഭക്ഷണം എടുത്ത് സുഭാഷിനും കൊടുക്കുകയാണ്. അപ്പോൾ സുഭാഷ് പറയുന്നു, വേണ്ട ചാന്ദിനി, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ ബിരിയാണിയാ കൊണ്ടുവന്നിരിക്കുന്നത്. അവിനാശ്, ബിരിയാണിക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നത്? അപ്പോൾ അവിനാശ് പറയുകയാണ്, ഭയ്യ, ബിരിയാണിക്ക് ബിരിയാണിയും തന്നെയാ പറയുന്നത്. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, അത് ശരിയാണല്ലോ, എല്ലാ ഭാഷയിലും ബിരിയാണി ബിരിയാണി തന്നെയാ. ശരി, ഞാൻ ഉണ്ടാക്കിയ ബിരിയാണിയാ, കഴിക്ക് ചാന്ദിനി. അത് വാങ്ങി അവിനാശിനും കൊടുക്കുകയാണ് ചാന്ദിനി. അവിനാശ് പറയുന്നു, ഭയ്യയുടെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് വീട്ടിലെ കുക്കിംഗ് എല്ലാം ഭയ്യ തന്നെയാ. അതുകൊണ്ടാ ദിവസവും സുഭാഷ് ഭയ്യ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. സുഭാഷിന്റെ ഭക്ഷണം കഴിച്ചിട്ട് ചാന്ദിനി പറയുന്നു, ബഹുത് അച്ഛാ ഹേ. അപ്പോൾ സുഭാഷ് പറയുകയാണ്, ഇതും ബഹുത് അച്ഛാ. ഇത് കേട്ട് ചാന്ദിനി ധന്യവാദ് എന്ന് പറയുമ്പോൾ അപ്പൊ സുഭാഷ് പറയുന്നു, ധന്യവാദ്. ധന്യവാദ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് നന്ദി എന്നല്ലേ? അതേന്ന് അവിനാശ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കേട്ടില്ലേ? ഇനി കുറച്ചു നാള് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഞാനും നന്നായി ഹിന്ദി സംസാരിക്കാൻ തുടങ്ങും. ചാന്ദിനിക്ക് ഈ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? വളരെ നന്നായിട്ടുണ്ടെന്ന് ചാന്ദിനി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, വെയില് കുറച്ച് കൂടുതലാ, നല്ല ചൂടല്ലേ? അപ്പോൾ ചാന്ദിനി, ഞങ്ങളുടെ നാട്ടില് ഇതിനേക്കാളും ചൂടുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ അവർ ഹിന്ദിയിലും മലയാളത്തിലും സംസാരിക്കുകയാണ്. തുടർന്ന് സുധീഷ് നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ നികേഷിനെ ചെന്ന് നോക്കുകയാണ് നിധി. നികേഷിന് പനി കുറവില്ലാന്ന് മനസ്സിലാക്കിയ നിധി ടാബ്ലറ്റ് ഉണ്ടോന്ന് നോക്കുന്നു. പനിയുടെ ടാബ്ലറ്റ് ഇല്ലാന്ന് കണ്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി മനസ്സിൽ പറയുന്നു, ക്ഷീണിച്ചുറങ്ങുകയാണല്ലോ. അങ്ങനെ പുറത്തിരിക്കുന്ന ഭാസ്കരന്റെ അരികിലേക്ക് ചെന്ന് ഗുളിക വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിക്കുകയാണ്. എന്ത് ഗുളികയെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞാ വാങ്ങിച്ചുകൊണ്ട് വരുമോ അതോ എഴുതി തരണോ? അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ
എന്താ മോളെ ഇത്? ഞാൻ എന്താ ഡോക്ടറാണോ? പറഞ്ഞാലുടനെ ഓർമ്മയിൽ വെക്കാൻ പേരെഴുതിത്താ. തുടർന്ന് ഗുളികയുടെ പേരെഴുതി ഭാസ്കരന്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ് നിധി. ആർക്കാ മോളെ ഗുളിക എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് നികേഷിന. അവന് നല്ല പനിയുണ്ട്, അകത്ത് കിടക്കുക. ശരിയെന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുകയാണ് വീട്ടില് കോഫി പൗഡർ ഇല്ല, അതും കൂടി വാങ്ങിട്ട് വരുമോ? ശരി, വാങ്ങിട്ട് വരാമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ് കാശ് വാങ്ങാതെ പോവുകയാണോ? അപ്പൊ ഭാസ്കരൻ പറയുന്നു കാശ് മോളുടെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ മോളുടെ അക്കൗണ്ടിൽ ബാങ്കിലിട്, എന്റെ ഈ കാശുണ്ട്, ഞാൻ വാങ്ങിട്ട് വരാം. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന ഭാസ്കരൻ കോഫി പൗഡറും ടാബ്ലറ്റും എല്ലാം നിധിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരു ചോക്ലേറ്റും എടുത്ത് കൊടുക്കുകയാണ്. നിധി സന്തോഷത്തോടു കൂടി അത് വാങ്ങുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് മോക്ക് വേണ്ടി വാങ്ങിയതൊന്നുമല്ല, കടയിൽ ചില്ലറ ഇല്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് വാങ്ങിട്ട് വന്നതാ. ശരി ശരി എന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് പനി വന്നാൽ ഉടനെ ഗുളിക കൊടുക്കരുത്, ശരീരം തന്നെ പനി കുറച്ചോളും. ഈ ഭാസ്കരനൊക്കെ പനിക്ക് ഗുളിക കഴിച്ചിട്ട് എത്ര വർഷമായെന്നറിയോ? പനി ഇടയ്ക്കിടയ്ക്ക് വരും, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗുളിക കഴിക്കണമെന്നില്ല. ഗുളിക കഴിച്ച് ശരീരം നശിപ്പിക്കരുത്. ഇത് കേട്ട് നിധി പറയുകയാണ് ശരീരത്തിനോട് എന്താ സ്നേഹം, അങ്ങനെയുള്ള ആളാണോ ഡെയിലി കുടിക്കുന്നത്? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ് അതിനെ കുറിച്ചൊന്നും നീ സംസാരിക്കണ്ട, ഡോണ്ട് ടോക്ക് അബൌട്ട് ദാറ്റ് ഈസ് മൈ പേഴ്സണൽ. ഇവനെ പോലെ തന്നെയായിരുന്നു ഇവന്റെ അമ്മയ്ക്കും ഇടയ്ക്കിടയ്ക്ക് പനി വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അവളുടെ നാട്ടിൽ നിന്നും ഇവിടേക്ക് വരാൻ 6 ദിവസം എടുക്കും, അതിനിടയിൽ ഒരു 40 തവണയെങ്കിലും അവൾക്ക് പനി വന്നിട്ടുണ്ട്. ഒരുപാട് പാടുപെടുത്തിയതാ. ഇത് കേട്ട് നിധി ഭാസ്കരനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് ഗുളിക കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുകയാണ്. ഗുളിക ഉണ്ടാക്കി കൊടുക്ക്. അപ്പോൾ നിധി പറയുകയാണ് ഗുളികയൊക്കെ കൊടുക്കാം, നികേഷിന്റെ അമ്മയെ അച്ഛൻ എവിടുന്നാ കൂട്ടിക്കൊണ്ടു വന്നത്? ഇത് കേട്ട് നിധി ഒന്ന് നോക്കിയിട്ട് ഭാസ്കരൻ പറയുകയാണ് അവൾ എവിടെ ആയിരുന്നോ ഉണ്ടായിരുന്നത്, അവിടുന്ന് കൂട്ടിക്കൊണ്ടു വന്നു. ഇത് കേട്ട് നിധി ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടത്? അപ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ? അപ്പൊ നിധി പറയുകയാണ് ശരി, അവരുടെ പേരെന്താ? ശരി, അതിവിടെ. അവരിപ്പം ജീവനോടെ ഉണ്ടോ ഇല്ലയോ? അവരെവിടെ പോയത്? ഇപ്പൊ എവിടെയുണ്ട് അവര്? അതൊക്കെ അച്ഛൻ അറിയോ? പ്ലീസ്, അവർക്ക് എന്താ പറ്റിയത് അത് മാത്രം ഒന്ന് പറ. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നു കഥ കേൾക്കാൻ നിനക്ക് ഒരുപാട് ഇഷ്ടമാണോ? അപ്പൊ നിധി പറയുകയാണ് അങ്ങനെയല്ല, ഒരു കാര്യം അറിഞ്ഞാൽ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ കാണില്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. അവരെവിടാ താമസിക്കുന്നത്? ഇത് കേട്ട് ഭാസ്കരൻ പറയുകയാണ് ഒരു വാക്ക് പറഞ്ഞാ മതി, അതേ പിടിച്ച് കഥ ചോദിക്കാൻ തുടങ്ങും. പറയാൻ പറ്റില്ല. ഗുളിക വാങ്ങിച്ചു തരണോന്നല്ലേ പറഞ്ഞത്? ഗുളിക വാങ്ങിച്ചു തന്നല്ലോ, അത്രേ മതി. ഇനി എന്നോട് ഒന്നും ചോദിക്കരുത്, കയറിപ്പോകത്ത്. അപ്പോൾ നിധി പറയുകയാണ് ഒരു ദിവസം ഈ കഥ അച്ഛൻ തന്നെ എന്നോട് പറയും, അത് പറയിപ്പിക്കാതെ ഞാൻ വിടില്ല. ഒരു ദിവസം ഇരുന്ന് എന്നോട് എല്ലാ കഥകളും പറയും, ഞാനും എല്ലാ സത്യവും അറിയും. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ് എന്താ ഇവള് അത് തന്നെ കുത്തി കുത്തി ചോദിക്കുന്നത്? തുടർന്ന് നികേഷിന് കോഫി കൊണ്ടു കൊടുത്ത് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കി നിധി ചോദിക്കുന്നു ഇപ്പൊ കുറവുണ്ടോ? അപ്പൊ നികേഷ് പറയുന്നു ഇപ്പൊ കുറവുണ്ട് ഏട്ടത്തി. ഈ സമയം ചുറ്റും നോക്കി കിളിക്കൂട്ടിലേക്ക് വരികയാണ് നീതു. പുറത്തേക്ക് ഇറങ്ങി വന്ന നിധി പറയുന്നു വാ അകത്തേക്ക് വാ നീതു. ഹരീഷ് ഇവിടെ ഉണ്ടോന്ന് നീതു ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഇല്ല, അകത്തേക്ക് കയറി വാ. നീതുവിനെ കണ്ട് നികേഷ് ഹായ് പറയുമ്പോൾ ഹായ് എന്ന് പറഞ്ഞ് അവിടെ കസേരയിലേക്ക് ഇരിക്കുകയാണ് നീതു. നികേഷ് എന്ന് നോക്കിയിട്ട് നീതു നിധിയോട് ചോദിക്കുന്നു ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അപ്പോൾ നിധി പറയുകയാണ് അറിയാം, അന്ന് ഇവിടെ വന്നായിരുന്നല്ലോ, നീതു അല്ലേ? അതേന്ന് നീതു പറയുമ്പോൾ നിധി ചോദിക്കുകയാണ് കോഫി എടുക്കട്ടെ? ശരിയെന്ന് നീതു പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നിധി കോഫി എടുക്കാനായി പോവുകയാണ്. നീതു ചോദിക്കുന്നു എന്താ നികേഷ്, നിനക്ക് വയ്യായോ? ഡള്ളായിട്ടിരിക്കുന്നു. അപ്പൊ നികേഷ് പറയുന്നു പനിയാ. മരുന്ന് കഴിച്ചോന്ന് നീതു ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് മരുന്നൊക്കെ കഴിച്ചു, പതിയല്ലേ പനി മാറൂ. നിധി കോഫി കൊണ്ട് കൊടുക്കുകയാണ്. കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന നീതു ചോദിക്കുന്നു ചേച്ചിക്ക് സുഖമാണോ? എനിക്ക് സുഖമാ. നീതുവിന് സുഖമാണോ എന്ന് നിധി ചോദിക്കുമ്പോൾ നീതു പറയുകയാണ് ഓക്കെ. നികേഷ് ചോദിക്കുന്നു എന്തുപറ്റി, വീണ്ടും ഹരീഷ് ഏട്ടനുമായി വഴക്കുണ്ടാക്കിയോ? അപ്പോൾ നീതു ചോദിക്കുകയാണ് എന്താ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഹരീഷുമായി വഴക്കിട്ടിട്ടാണോ? അപ്പൊ നികേഷ് പറയുകയാണ് അതുകൊണ്ടല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നേരത്തെ ഇവിടെ വന്നത് ഹരീഷ് ഏട്ടനെ കുറിച്ച് കംപ്ലൈന്റ് പറയാനല്ലേ? നിങ്ങൾ തമ്മിൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ് ഏട്ടത്തി വീട്ടിലേക്ക് പോയിരുന്നില്ലേ? അന്നൊക്കെ 24 മണിക്കൂറും ഇവര് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഹരീഷ് ഏട്ടനെ വളച്ചെടുത്തു. നികേഷ് നീ ഒന്നും മിണ്ടാതിരിക്കടാന്ന് നിധി പറയുമ്പോൾ നിധു പറയുകയാണ് അതെ, 24 മണിക്കൂറും സംസാരിക്കുകയായിരുന്നു. നീ ആണോടാ കണ്ടുവച്ചത്? അപ്പോൾ നികേഷ് പറയുകയാണ് ഞാൻ എന്തിനാ കണ്ടുവെക്കുന്നത്, ഞാനെങ്ങും കണ്ടുവച്ചിട്ടില്ല. അപ്പൊ നിധു പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, ഹരീഷ് ഒരാഴ്ച എന്നോട് നന്നായാ സംസാരിച്ചത്, ഇപ്പൊ എന്നോട് സംസാരിക്കുന്നതേ ഇല്ല. നന്നായൊക്കെ സംസാരിച്ചിട്ട് പെട്ടെന്ന് മിണ്ടാതിരിക്കുമ്പോൾ വിഷമം തോന്നില്ലേ? എന്നോട് സംസാരിച്ചിട്ട് ഹരീഷ് ദിവസം ഉറങ്ങാറുള്ളായിരുന്നു. 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ കട്ട് ചെയ്ത് വിടുമായിരുന്നു. ഞാനും വിടാതെ വീണ്ടും വിളിച്ചോണ്ടിരുന്നു. ഫോൺ എടുത്ത് എന്നെ വഴക്ക് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്തു. അടുത്ത ദിവസം പോലും ഫോൺ ഓൺ ചെയ്തില്ല. കടയിലേക്ക് ചെന്നപ്പോൾ അവിടെയും ഹരീഷ് ഇല്ല. ഇന്ന് ഞാൻ അവനെ അന്വേഷിച്ച് കടയിൽ ചെന്നപ്പോൾ ഒന്നും നടക്കാത്ത രീതിയിൽ കടയിലിരുന്ന് വണ്ടി റിപ്പയർ ചെയ്യുന്നു. എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ എന്നെ വഴക്ക് പറയുകയായിരുന്നു. എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി. 2 ദിവസമായിട്ട് എന്താ നടന്നത്, എവിടെയായിരുന്നു ഹരീഷ്, ഇതൊക്കെ അറിയാതെ ഞാൻ എന്ത് വിഷമിച്ചു. അതൊന്നും മനസ്സിലാക്കാതെ എന്നെ വഴക്ക് പറഞ്ഞ് ഇനി എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വെറുക്കാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? ഇത് കേട്ട് നികേഷ് ചോദിക്കാണ് ഓഹോ, അന്ന് അത്രയും ഹരീഷ് ഏട്ടനെ വിളിച്ചോണ്ടിരുന്നത് നീതു ആയിരുന്നോ? ഏട്ടത്തി, അന്ന് ഞങ്ങൾ രാത്രി തക്കലയിലേക്ക് വന്നോണ്ടിരുന്നപ്പോൾ
ഹരീഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിയോടെ വിളിയായിരുന്നു. ഹരീഷ് ഏട്ടൻ നല്ല ടെൻഷനിലായിരുന്നു. ഇത് കേട്ട് നീതു ചോദിക്കാണ്, തക്കലയ്ക്ക് പോയോ? അപ്പൊ നിധി ചോദിക്കാണ്, വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊന്നും ഹരീഷ് നീതുവിനോട് പറഞ്ഞില്ലേ? എന്ത് പ്രശ്നമെന്ന് നീതു ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നീതു. ഞാനും സുധീഷും എന്റെ വീട്ടിലേക്ക് പോയായിരുന്നു. അവിടെ നിധിയെ തടഞ്ഞുകൊണ്ട് നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തി പറയണോ? അപ്പോൾ നിധി പറയുകയാണ്, ഹരീഷിനെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുകയല്ലേ നീതു? ഹരീഷ് ഒന്നും പറഞ്ഞില്ലേ നീതുവിനോട്? അപ്പോൾ നീതു പറയുകയാണ്, ഇല്ല, 2 ദിവസത്തിന് ശേഷം ഇന്നാ ഞാൻ ഹരീഷിനെ കാണുന്നത്. കണ്ട ഉടനെ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അപ്പോൾ നിധി പറയുകയാണ്, ആക്ച്വലി എന്റെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. എന്റെ അച്ഛൻ കാരണം ഉണ്ടായ പ്രശ്നങ്ങളാ. വീട്ടിൽ എല്ലാവരും അതിന്റെ ടെൻഷനിലായിരുന്നു. ഇതൊക്കെ ഞാൻ നീതുവിനോട് എങ്ങനെ പറയുമെന്നറിയില്ല. എന്റെ അച്ഛൻ സുധീഷിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ വലിയ നാടകം കളിച്ചു. സുധീഷ് എവിടെയാണെന്നറിയാതെ ഇവരെല്ലാവരും ടെൻഷനിലായിരുന്നു. സുധീഷിനെ അന്വേഷിച്ചാണ് ഹരീഷും നികേഷും സുഭാഷേട്ടനും തക്കലയിലേക്ക് വന്നത്. ഇവര് വന്നതുകൊണ്ടാ സുധീഷിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. ആ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പൊ നികേഷ് പറയുകയാണ്, സിനിമയിലൊക്കെ കാണുന്നത് പോലെയായിരുന്നു ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട സുധീഷേട്ടനെ കണ്ടുപിടിച്ചത്. ഇതെല്ലാം കേട്ട് നീതു പറയുകയാണ്, അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഹരീഷ് എന്നോട് ഇതൊന്നും പറഞ്ഞില്ല. അപ്പോൾ നികേഷ് പറയുകയാണ്, ഹരീഷേട്ടന് പറയാനുള്ള അവസരം കൊടുത്തു കാണില്ല. അപ്പൊ നിധി പറയുന്നു, നീതു ഹരീഷിനെ തെറ്റിദ്ധരിക്കരുത്. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണമാണ് ഹരീഷിന് നീതുവിനോട് സംസാരിക്കാൻ കഴിയാഞ്ഞത്. കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരാഴ്ച നന്നായി സംസാരിച്ചിട്ട് അതിനുശേഷം സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഹരീഷിനെ തെറ്റിദ്ധരിക്കരുത്. ഹരീഷിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇത് കേട്ട് നീതു പറയുകയാണ്, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു, സോറി. അപ്പോൾ നീതു പറയുകയാണ്, സാരമില്ല നീതു, ഹരീഷിന്റെ ക്യാരക്ടർ നീതുവിന് അറിയാലോ, പെട്ടെന്ന് അങ്ങനെ തുറന്ന് സംസാരിക്കുകയൊന്നുമില്ല. അപ്പോൾ നീതു പറയുകയാണ്, ഹരീഷിനെ കുറിച്ച് എനിക്കറിയാം, പക്ഷെ ഹരീഷ് എന്നോട് 2 ദിവസം സംസാരിച്ചില്ല. എനിക്ക് വല്ലാത്ത ഒരു ഫീൽ ആയിരുന്നു. ദേഷ്യത്തില് ഞാൻ കുറച്ച് ഓവറായിട്ടാ സംസാരിച്ചത്. ഇപ്പൊ ഓക്കെ ആയില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഇപ്പൊ ഞാൻ ഓക്കെയാ. ഇപ്പോഴല്ലേ അറിഞ്ഞത് എന്താ ഏതാന്നൊക്കെ. ഇത് കേട്ട് ഹരീഷും നിധിയും സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ നീതു പറയുകയാണ്, പിന്നെ ഈ കോഫിയില് ഇത്രയും കോഫി പൗഡർ ഒന്നും ഇടണ്ട, നല്ല കയ്പുണ്ട്. ഈ കോഫി അത്ര നന്നായിട്ടില്ല. ഇത് കേട്ട് നികേഷ് ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഒന്നും പറയരുതെന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് നിധി. നീതു പറയുന്നു, അടുത്ത തവണ വരുമ്പോൾ ഒരു നല്ല കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ, എടാ നികേഷ് ഇത് അകത്ത് കൊണ്ടുവെക്കെന്ന് പറഞ്ഞ് ഗ്ലാസ് നികേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നീതു. നികേഷ് അത് വാങ്ങുമ്പോൾ പുഞ്ചിരിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നീതു പറയുന്നു, അപ്പൊ ഞാൻ പോയിട്ട് വരാമേ. അങ്ങനെ നീതു അവിടെ നിന്ന് പോകുമ്പോൾ നികേഷ് പറയുകയാണ്, അഹങ്കാരം കണ്ടില്ലേ ഏട്ടത്തി, ഹരീഷ് ഏട്ടന്റെ രീതിയാ കറക്റ്റ്, നീ അത് വിടടാന്ന് നിധി പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഏട്ടത്തി കോഫി സൂപ്പർ ആയിരുന്നു. അങ്ങനെ നികേഷ് കോഫി കുടിക്കുമ്പോൾ പുഞ്ചിരിച്ച് നികേഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ് നിധി. തുടർന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് സുഭാഷും ഹരീഷും. നിധി വെള്ളം കുടിക്കുന്ന പറഞ്ഞ് നികേഷിന് വെള്ളം കൊണ്ട് കൊടുത്ത് കുടിപ്പിക്കുകയാണ്. നികേഷ് പനി എങ്ങനെയുണ്ട്, നല്ല കുറവുണ്ടല്ലോ എന്ന് തൊട്ട് നോക്കിയിട്ട് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, ഇപ്പൊ നല്ല കുറവുണ്ട് സുഭാഷ് ഏട്ടാ. ഏട്ടത്തി ഗുളിക തന്നായിരുന്നു. ഇന്ന് ഫുൾ ഡേ എന്റെ കൂടെ ആയിരുന്നു ഏട്ടത്തി. ഈ സമയം നിധിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയും നിധി അകത്തേക്ക് പോവുകയാണ്. അപ്പൊ നികേഷ് പറയുകയാണ്, സുഭാഷ് ഏട്ടാ ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ, ഏട്ടത്തി എന്നെ നന്നായി നോക്കി. കൃത്യസമയത്ത് ഭക്ഷണം, മരുന്ന്, ഉറക്കം ഉണർന്നു വന്നപ്പോൾ കോഫി, പനി കുറവുണ്ടോന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. നന്നായി നോക്കി സുഭാഷ് ഏട്ടാ. സന്തോഷത്തോടു കൂടി സുഭാഷ് പറയുന്നു, ഞാൻ പോയി കൈയും കാലും കഴുകിയിട്ട് വരാടാ. അരികിലേക്ക് ഇരുന്ന് ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി നിന്നെ നന്നായി നോക്കിയല്ലേടാ. അപ്പോൾ നികേഷ് പറയുകയാണ്, അതെ ഹരീഷ് ഏട്ടാ, നമ്മളെ ആരും ഇങ്ങനെയൊന്നും നോക്കിയിട്ടില്ലല്ലോ. ഏട്ടത്തിയുടെ പരിചരണം എനിക്ക് പുതിയ അനുഭവമായിരുന്നു. നിധി അവിടേക്ക് വരുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നല്ലേ, എന്ത് ജോലി എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇന്ന് ഏട്ടത്തിക്ക് നികേഷിന്റെ കാര്യങ്ങൾ തന്നെ നോക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നില്ലേ, പിന്നെ വേറെയും ജോലികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നിധി പറയുകയാണ്, അതെ അതെ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു, ഷെയർ ചെയ്യുന്നോ? ഇത് കേട്ട് ഹരീഷ് കുനിഞ്ഞിരിക്കുമ്പോൾ നികേഷ് ചിരിക്കുകയാണ്. ചുറ്റും നോക്കി നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ എവിടെ? അപ്പൊ ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ കൈയും കാലം കഴുകാൻ പോയതാ. നിധി ചോദിക്കുന്നു, നീതുമായി വഴക്കിട്ടോ? ടെൻഷനോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി എങ്ങനെ അറിഞ്ഞു? അപ്പോൾ നിധി പറയുകയാണ്, സാധാരണ പോലെ നീതു വീട്ടിലേക്ക് വന്നായിരുന്നു, എല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ട് പോയി. അവൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, വീണ്ടും വഴക്കിട്ടോ നിങ്ങള്? ഹരീഷ് പറയുന്നു, വഴക്കൊന്നുമല്ല, എങ്ങനെ പറയണമെന്ന് അറിയില്ല ഏട്ടത്തി. തനിച്ചായിരുന്നപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചോദ്യങ്ങളാ, മറുപടി പറഞ്ഞു മടുത്തു. അപ്പോൾ നിധി പറയുകയാണ്, അന്നത്തെ പ്രശ്നത്തില് ഹരീഷ് നീതുവിന്റെ ഫോൺ എടുത്തില്ല. ഇവിടെ പ്രശ്നം നടന്ന കാര്യം നീതുവിന് അറിയില്ലല്ലോ. അത് ഹരീഷ് പറഞ്ഞാലല്ലേ അവൾ അറിയൂ. നമ്മളോട് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് സംസാരിക്കാതായാൽ വിഷമവും ഭയവും ഒക്കെ വരില്ലേ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എനിക്ക് പറയാൻ ഒരു അവസരം അവള് തന്നില്ല. ആ ടെൻഷനില് പറയാൻ എനിക്കും തോന്നിയില്ല. നാളെ സംസാരിക്കാന്ന് പറഞ്ഞു. അതിനും അവള് ദേഷ്യപ്പെടുകയായിരുന്നു. അപ്പോൾ നിധി പറയുകയാണ്, പെണ്ണുങ്ങളെല്ലാം അങ്ങനെ, ഇനി എന്നെ വേണ്ടാഞ്ഞിട്ടാണോ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ വിചാരിച്ച് ദേഷ്യപ്പെടും. ഹരീഷിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീതുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും നീതുവിനെ പോലെ തന്നെ റിയാക്ട് ചെയ്യുമായിരുന്നു. നീതുവിന്റെ സ്ഥാനത്ത് നിന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. 2 ദിവസമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ്. എന്തിനാ ഹരീഷ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നുള്ള കാരണവും നീതുവിന് അറിയില്ല. എന്ത് കാരണമെന്നറിയാതെ ഒരു കാരണം ആലോചിച്ചുണ്ടാക്കി നീതു
നീതു ഹരീഷിനോട് ദേഷ്യപ്പെടുകയായിരുന്നു. നാളെ നീതു കടയിലേക്ക് വരുമ്പോൾ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഹരീഷ്. നികേഷ് ചോദിക്കുന്നു, എന്തിനാ ഏട്ടത്തി തന്നെ എല്ലാം നീതുവിനോട് പറഞ്ഞില്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, അതിന്റെ ഇടയിൽ നീതുവും വന്നു. സോറി ഏട്ടത്തി, നീതു ഇവിടേക്ക് വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവൾ നിധി പറയുകയാണ്, അത് സാരമില്ല ഹരീഷേ, നീതു ഒരുപാട് വിഷമിച്ചു പോയി, അതാ ഇങ്ങോട്ട് വന്നത്. അതിനെ കുറിച്ചൊന്നും നിങ്ങൾ ഇനി ഓർക്കണ്ട, നിങ്ങൾ നന്നായി സംസാരിക്ക്, ഇതൊന്നും അത്ര വലിയ കാര്യമല്ലല്ലോ. ശരി എന്ന് പറഞ്ഞ് ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, എന്താടാ? നികേഷ് ചോദിക്കുന്നു, ഇവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ എത്ര നാൾ ഏട്ടത്തി തീർത്തു കൊടുക്കും? അവരുടെ ഇടയിൽ എപ്പോ പ്രശ്നം ഉണ്ടായാലും ഹരീഷ് ഏട്ടന്റെ സ്വഭാവത്തെ പറ്റി നീതുവിനോടും നീതുവിന്റെ സ്വഭാവത്തെ പറ്റി ഹരീഷ് ഏട്ടനോടും പറയുന്നു. ഏട്ടത്തി വേണോ ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ? അവർക്കത് തനിയെ മനസ്സിലാക്കിയെടുത്തൂടെ? പുഞ്ചിരിച്ച് നിധി പറയുന്നു, അതിനൊക്കെ സമയമെടുക്കും നികേഷ്, നീതു നന്നായി സംസാരിക്കുന്ന കുട്ടിയാ, ഹരീഷ് ഒരുപാട് സംസാരിക്കാറുമില്ല. അപ്പൊ നികേഷ് പറയുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ അനുസരിച്ച് ഇവർ എത്ര നാള് റിലേഷൻഷിപ്പിൽ ഇരുന്നാലും അവരുടെ ഇടയിലെ പ്രശ്നങ്ങൾ ഏട്ടത്തി തന്നെ തീർക്കേണ്ടി വരും. ഏട്ടത്തിയുടേത് ടഫ് ജോബാ. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ നികേഷ് ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.